എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് പ്രതിപാദിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് നോക്കാം. ഇൻഫിനിറ്റീവും അതുപോലെ തന്നെ ജറൗണ്ട് അതുപോലെ തന്നെ ബെയർ ഇൻഫിനിറ്റീവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവിനെ കുറിച്ച് നോക്കാം. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ടു ഫോം അല്ലാത്തതും ടു പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലാത്തതും വെർബിൻ്റെ കൂടെ ING ഫോം അല്ലാത്തതുമാണെന്ത് ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ബേസ് ഫോം മാത്രമാണ്. ഇപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാഡ് ബെറ്റർ, വുഡ് റാദർ, റേദർ ദാൻ, സൂണർ ദാൻ. ഇതൊക്കെ എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ്. അതായത് ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത്രയും വാക്കുകൾ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ബേസ് ഫോം ഉപയോഗിക്കുക. ക്രിയയുടെ അല്ലെങ്കിൽ വെർബിൻ്റെ ബേസ് ഫോം മാത്രം ഉപയോഗിക്കുക. ഉദാഹരണം നമുക്ക് നോക്കാം. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ഇത് ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബെയർ ഇൻഫിനിറ്റീവാണ്. അപ്പോൾ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? കൺസൾട്ടാണ്. കൺസൾട്ട് പറയുമ്പോൾ ടു പ്ലസ് കൺസൾട്ട് ആണോ? അല്ല. വെർബിൻ്റെ ING ഫോം യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മറിച്ച് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? V1 ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വുഡ് റാദർ വന്നപ്പോഴും എന്ത് യൂസ് ചെയ്തു? ഇവിടെ കൺസൾട്ട് യൂസ് ചെയ്തു. കാരണം ബെയർ ഇൻഫിനിറ്റീവ് വരുന്ന സന്ദർഭത്തിൽ ബെയർ ഇൻഫിനിറ്റീവ് വേർഡുകളായിട്ടുള്ള ഹാഡ് ബെറ്റർ, വുഡ് റാദർ, റാദർ ദാൻ, സൂണർ ദാൻ ഈ വരുന്ന സന്ദർഭത്തിൽ ഈ വേർഡുകളൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ V1 ഫോം യൂസ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഐ വുഡ് റാദർ യു, ഇവിടെ സ്റ്റേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ V1 ഫോം മാത്രമേ വന്നുള്ളൂ. അപ്പോൾ എഴുതി വയ്ക്കുക നിങ്ങൾ. വുഡ് റാദറിന് ശേഷം നൗണോ പ്രൊനൗണോ വന്നാൽ എഴുതുക. വുഡ് റാദറിന് ശേഷം നാമമോ അല്ലെങ്കിൽ സർവനാമമോ വന്നാൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണം. അതായത് V2 ഫോം ഉപയോഗിക്കണം. അപ്പോൾ എഴുതി വയ്ക്കുക. കൃത്യമായിട്ട് എഴുതണം. വുഡ് റാദറിന് ശേഷം വുഡ് റാദറിന് ശേഷം നൗൺ, അതുപോലെ തന്നെ പ്രൊനൗൺ നാമം അല്ലെങ്കിൽ സർവനാമം വന്നാൽ V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേഡ് വന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഒരു പ്രൊനൗൺ വന്നിട്ടില്ലേ കണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചത്? അവിടെ നമ്മൾ V2 യൂസ് ചെയ്തത്. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവിൽ ഹാഡ് ബെറ്റർ, വുഡ് റാദർ, റാദർ ദാൻ, സൂണർ ദാൻ വന്നാൽ V1 മാത്രം യൂസ് ചെയ്യാം. പക്ഷേ വുഡ് റാദറിനോടൊപ്പം നൗണോ പ്രൊനൗണോ വന്നാൽ എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ V2 ആയിട്ട് മാറും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് ലെറ്റും മേക്കും വന്നാൽ ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ് പറയുമ്പോൾ തന്നെയാണ് V1 ഫോം, ക്രിയയുടെ V1 ഫോം എടുത്ത് എഴുതുക. ഇവിടെ നോക്കുക. മൈ ബ്രദർ മെയ്ഡ് മീ ഡാഷ് സയൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്കിൻ്റെ ഒരു വകഭേദമാണെന്ത്? മെയ്ഡ്. എല്ലാവർക്കും അറിഞ്ഞൂടെ? മേക്കിൻ്റെ ഒരു വകഭേദമാണ് മെയ്ഡ്. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വന്നാൽ എഴുതി വയ്ക്കുക. മീ പറയുമ്പോൾ ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന V1 ഫോം എടുത്തിട്ട് എഴുതുക കേട്ടോ. സ്റ്റഡി V1 ഫോം. അപ്പോൾ എഴുതി വയ്ക്കാം. ലെറ്റ് അല്ലെങ്കിൽ മേക്കിൻ്റെ വേറൊരു വകഭേദമാണ് മെയ്ഡ്. ഇതിന് ശേഷം ഒബ്ജക്റ്റ് വന്നാൽ മീയായോ അസായോ യു ആയോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ യൂസ് ചെയ്യുള്ളൂ? V1 ഫോം ഉപയോഗിക്കുക. ഇവിടെ ലെറ്റ് മീ അല്ലേ? ലെറ്റിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വന്നു. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. V1 ഫോം എടുത്ത് എഴുതുക. അതായത് വെർബിൻ്റെ അടിസ്ഥാന രൂപം എഴുതുക. വെർബിൻ്റെ അടിസ്ഥാന രൂപം പറയുമ്പോൾ എന്താ? ക്രിയയുടെ കൂടെ SO ESO EDO INGO ഉൾപ്പെടാത്തതാണ് എന്ത്? V1 ഫോം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായോ? ലെറ്റ് ആൻഡ് മേക്ക് വരുമ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെറ്റ് ആൻഡ് മേക്കിന് ശേഷം ഒബ്ജക്റ്റ് വരണം കേട്ടോ. അടുത്ത് എഴുതി വയ്ക്കുന്ന ഓർഡറിൽ ഹോപ്പ്, അതുപോലെ തന്നെ ഡിക്ലൈൻ, അറ്റംപ്റ്റ്, ക്ലെയിം, മാനേജ്, വിഷ്, വാണ്ട്, സീം, പ്രോമിസ്, റെഫ്യൂസ്. ഇത്രയും വേർഡുകൾ കണ്ടു കഴിഞ്ഞാൽ ടു ചേർത്തിട്ട് ഇൻഫിനിറ്റീവ് ആണ് ചേർക്കുക. ഇൻഫിനിറ്റീവ് പറയുമ്പോൾ ബേസ് ഫോം തന്നെ, പക്ഷെ ടു വരണം. ഇത്രയും ഫോം ആവും ഇത്രയും വേർഡുകൾക്ക് കേട്ടോ. ശേഷം ഹോപ്പ്, ഡിക്ലൈൻ, അറ്റംപ്റ്റ്, ക്ലെയിം, മാനേജ്, വിഷ്, വാണ്ട്, സീം, പ്രോമിസ്, റെഫ്യൂസ്. ഇത്രയും ശേഷം ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഉദാഹരണം
നൽകുമ്പോൾ ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഐ ഹോപ്പ് അല്ലേ, ഐ ഹോപ്പ്. ഇനി ശേഷം എന്താ ഉപയോഗിക്കാൻ പറഞ്ഞേ? ടു പ്ലസ് ബേസ് ഫോം. വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തില്ലേ? ഇത്രയും വേർഡിന് ശേഷം ഹോപ്പ് ആയിക്കോട്ടെ, ഡിക്ലൈൻ ആയിക്കോട്ടെ, അറ്റംപ്റ്റ് ആയിക്കോട്ടെ, ക്ലെയിം ആയിക്കോട്ടെ, മാനേജ് ആയിക്കോട്ടെ, വിഷ് ആയിക്കോട്ടെ, വാണ്ട്, സീം, പ്രോമിസ്, റെഫ്യൂസ്. ശേഷം ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു ക്ലെയിം അല്ലേ തന്നിരിക്കുന്നത്. നോക്കൂ, ഇനി നമുക്ക് അടുത്ത് ഹി ഹോപ്സ് ടു ബൈ. കണ്ടോ, ടു ബൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഐ ഹോപ്പ് ടു പാസ് ദ എക്സാം. വിഷ് ആയാലും കുഴപ്പമില്ല. ഐ വിഷ് ടു ഗെറ്റ് ദിയർ എയർലി. ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ഇത്രയും വേർഡുകളൊന്ന് നോക്കണം. അതിനുശേഷം ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് വരിക കേട്ടോ. ഇവിടെ കൊടുത്തിട്ട് ടു പ്ലസ് ഇൻഫിനിറ്റീവ് പറയുമ്പോൾ വെർബിന്റെ V1 ഫോം എടുത്തിട്ട് എഴുതിയാൽ മതി. അടുത്തത് എൻജോയ്, അതുപോലെ തന്നെ ബിസി അല്ലെ. ഇതൊക്കെ വരുന്ന സന്ദർഭത്തില് വെർബിന്റെ ING ഫോം യൂസ് ചെയ്യുക. ജെറാൻ ഫോം ആണ് യൂസ് ചെയ്യുക. എൻജോയ്, ബിസി ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ വെർബിന്റെ എന്ത് ഫോം യൂസ് ചെയ്യണം? ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ എൻജോയ് അല്ലെ. എൻജോയ്ക്ക് ശേഷം എന്താ ഉപയോഗിച്ചേ? വാച്ചിങ് അല്ലെ. വെർബിന്റെ ING ഫോം എടുത്ത് എഴുതി. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തു. അടുത്ത നോക്കൂ, ഐ എം ബിസി അല്ലെ. ബിസിക്ക് ശേഷം എന്താ യൂസ് ചെയ്തേ? ഡൂയിങ്. എന്താണ്? ഡൂയിങ്. വെർബിന്റെ ING ഫോം എടുത്ത് എഴുതിയപ്പോൾ എൻജോയ്, ബിസി വെർബിന്റെ ING ഫോം എടുത്ത് എഴുതുക. അത്രേ ഉള്ളൂ. ഇനി വുഡ് യു മൈൻഡ്, ഇതൊക്കെ PSK എപ്പോഴും ചോദിക്കുന്നതാണ്. വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും എന്താ യൂസ് ചെയ്യുക? വെർബിന്റെ ING ഫോം എടുത്ത് എഴുതുക. അത്രേ ഉള്ളൂ. വുഡ് യു മൈൻഡിന് ശേഷം എന്താ യൂസ് ചെയ്യണം? വെർബിന്റെ ING ഫോം എടുത്ത് എഴുതുക കേട്ടോ. അപ്പൊ എൻജോയ് വന്നാലും ബിസി വന്നാലും വുഡ് യു മൈൻഡ് വന്നാലും എന്ത് യൂസ് ചെയ്യണം? വെർബിന്റെ ING ഫോം എടുത്തെഴുതണം കേട്ടോ. അടുത്ത ലുക്ക് ഫോർവേഡ് അല്ലെ. ഒരുപാട് തവണ PSC ആവർത്തിച്ചതാണ്. ലുക്ക് ഫോർവേഡ് വന്നാൽ ടു പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്യാം. ലുക്ക് ഫോർവേഡ് വന്നാൽ ടു പ്ലസ് വെർബ് ING ഫോം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അല്ലെ. ടു സീയിങ് യു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലുക്ക് ഫോർവേഡിന് ശേഷം ടു പ്ലസ് വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കുന്നത്. ബി അഡിക്റ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ഇൻ അഡിക്ഷൻ ടു, വിത്ത് എ വ്യൂ ടു. ഇതിനുശേഷം ടു പ്ലസ് ING ഫോം തന്നെയാണ് ചേർക്കേണ്ടത്. ഹി ഈസ് അഡിക്റ്റഡ് ടു ഡ്രിങ്കിങ് എ ആൽക്കഹോൾ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ടു ഡ്രിങ്കിങ് അല്ലെ. ടു പ്ലസ് വെർബിന്റെ ING ഫോം അല്ലേ യൂസ് ചെയ്ത്. അപ്പൊ ബി അഡിക്റ്റഡ്, ബി ഫോം ഓൾറെഡി അറിഞ്ഞൂടെ? am, is, are, was, were. അപ്പൊ ബി അഡിക്റ്റഡ് ടു, ബി ഡെഡിക്കേറ്റഡ് ടു, ഇൻ അഡീഷൻ ടു, വിത്ത് എ വ്യൂ ടു. ഇതിനുശേഷം എന്താ യൂസ് ചെയ്യുക? ടു പ്ലസ് വെർബിന്റെ ING ഫോം എടുത്തെഴുതുക കേട്ടോ. അടുത്ത നോക്കാം, ഇറ്റ് ഈസ് നോ യൂസ്, കാൺ ബെയർ, കനോട്ട് സ്റ്റാൻഡ്, കനോട്ട് ഹെൽപ്പ്. ഇതിനുശേഷം എന്താ യൂസ് ചെയ്യുക? ING ഫോം. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യുക. ഇറ്റ് ഈസ് നോ യൂസ് ഒരുപാട് തവണ ആവർത്തിച്ചാണ്. ഇറ്റ് ഈസ് നോ യൂസ്, കനോട്ട് ബെയർ, കനോട്ട് സ്റ്റാൻഡ്, കനോട്ട് ഹെൽപ്പ്. ഇതിനുശേഷം എന്ത് യൂസ് ചെയ്യാം? വെർബിന്റെ ING ഫോം നിങ്ങൾക്ക് എടുത്തെഴുതാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കൂ, ഇറ്റ് ഈസ് നോ യൂസ് അല്ലെ. അതിനുശേഷം എന്താ വന്നിരിക്കുന്നത്? വെർബിന്റെ ING ഫോം എടുത്തെഴുതിയിട്ടുണ്ട്. ഐ കാൺ ഹെൽപ്പ്, അതിനുശേഷം എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? വെർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തൂടെ? ഇറ്റ് ഈസ് നോ യൂസ്, കാൺ ബെയർ, കാൺ സ്റ്റാൻഡ്, കാൺ ഹെൽപ്പ് അല്ലെ. ING ഫോം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉദാഹരണം കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഉദാഹരണമൊക്കെ കണക്ട് ചെയ്യുക. ഇനി വുഡ് യു, നേരത്തെ വുഡ് യു മൈൻഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വുഡ് യു മാത്രമേ ഉള്ളൂ. വുഡ് യു മാത്രം വന്നാൽ നിങ്ങൾ V1 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എഴുതി വെക്കുക. വുഡ് യു മാത്രം. നേരത്തെ വുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഒക്കെ വരുമ്പോൾ വെർബിന്റെ ING ഫോം യൂസ് ചെയ്യണം. വുഡ് യു മൈൻഡും ഡു യു മൈൻഡും വരുമ്പോൾ വെർബിന്റെ ING ഫോം യൂസ് ചെയ്യണം. വുഡ് യു മാത്രമാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം യൂസ് ചെയ്യണം. അതുകൊണ്ട് എന്താ യൂസ് ചെയ്തേ? ലൈക്ക് യൂസ് ചെയ്യുക. വുഡ് യു മൈൻഡും ഡു യു മൈൻഡും വന്ന വെർബിന്റെ ING ഫോം, വുഡ് യു മാത്രം വന്നാൽ എന്തായി മാറി? V1 ഫോം. അതുകൊണ്ട് ലൈക്ക് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തു. പിന്നെ കോമൺ ആയിട്ട് നമുക്കറിയാം യൂസ്ഡ് ടു ഒരു മൊഡാൽ ഓക്സിലറി വെർബ. യൂസ്ഡ് ടു എന്താണ്? ഒരു മൊഡാൽ ഓക്സിലറി വെർബ. അതിനുശേഷം എന്താ വരാൻ പാടുള്ളൂ? V1 വെർബിന്റെ അടിസ്ഥാന രൂപം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്ത് യൂസ് ചെയ്തു? ഡാൻസ്. വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തില്ല. യൂസ്ഡ് ടു ഒരു മൊഡാൽ ഓക്സിലറി വെർബ. ആ മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം V1 ഫോം ആണ് അല്ലെ. മൊഡാൽ ഓക്സിലറി വെർബ് വില്ലും ഷാളും ഫുഡും കുട്ടും ഷുട്ടും
മേയും മൈറ്റൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ V1 ഫോം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ഐ യൂസ്ഡ് ടു ഡാൻസ് കാരണം ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, യൂസ്ഡ് ടുവിൻ്റെ മുൻപില് ബി ഫോം എഴുതണം. യൂസ്ഡ് ടുവിൻ്റെ മുൻപില് ബി ഫോം പറയുമ്പോൾ ഏതൊക്കെയാ? ഏമ, ഈസ്, ആറ്, വാസ്, വേർ. ഇവ വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ വെർബിന്റെ ING ഫോം നിങ്ങൾ എടുത്തെഴുതണം. ഇത്രയേ ഉള്ളൂ. യൂസ്ഡ് ടുവിൻ്റെ മുൻപില് ആമ, ഈസ്, ആറ്, വാസ്, വേർ ഇവ വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണം? വെർബിന്റെ ING ഫോം യൂസ് ചെയ്യണം. വെറുതെ ഒരു മൊഡാൽ ഓക്സിലറി വെർബ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഒരു മൊഡാൽ ഓക്സിലറി വെർബ് ആണെങ്കിൽ ഇവിടെ V1 ഫോം യൂസ് ചെയ്യാം. യൂസ്ഡിന് മുൻപിൽ ആമ, ഈസ്, ആറ്, വാസ്, വേർ വന്നാൽ വെർബിന്റെ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫിനിറ്റീവ്, ചെറൗണ്ട്, പേർ ഇൻഫിനിറ്റീവ് ഉള്ളത്. ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. താങ്ക് യു.